ഒരു ന്യൂക്ലിയർ യുദ്ധത്തിന് റഷ്യ തയ്യാറെടുക്കുന്നുണ്ടോ? അങ്ങനെ അനുമാനിക്കണം. കാരണം ഒരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നതിൻ്റെ ഒരു റിഹേഴ്സൽ ഇന്നലെ നടന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇന്നലെ ക്രെംലിനിൽ പുടിൻ്റെ ഓഫീസിൽ ഉള്ള ഒരു പ്രത്യേക മുറി, ആ മുറിയിൽ ഒരു വെള്ള മേശക്കരികിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരിക്കുന്നു. വലിയ ഒരു സ്ക്രീൻ മുന്നിലുണ്ട്. ആ സ്ക്രീനിൽ റഷ്യയുടെ സൈനിക മേധാവി വലറി ഗരാസിമോവ് സ്ക്രീനിലുണ്ട്. റഷ്യയുടെ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലാസോവ് സ്ക്രീനിലുണ്ട്. അവർ പ്രസിഡന്റ് പുടിനോട് ചില കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നത് കര, കടൽ തുടങ്ങിയ ആകാശ മാധ്യമങ്ങളിലൂടെ ഇന്നലെ റഷ്യ നടത്തിയ ചില ഓപ്പറേഷൻസാണ്. അത് പുടിനെ വിശദീകരിക്കുന്നു, പുടിനോട് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. ഈ റൂം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വാർ റൂം എന്ന് പറയാം. ഇത്തരമൊരു വാർ റൂം റഷ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു യുദ്ധത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ കമാൻഡ് സ്വിച്ചുകൾ പ്രസിഡൻ്റ് കയ്യിലാണ്. അതോടൊപ്പം തന്നെ ഈ രണ്ടു പേർക്ക് ആണവായുധം പ്രയോഗിക്കുമ്പോൾ 3 പേരാണ് അതിൻ്റെ ഓപ്പറേഷനിൽ പങ്കെടുക്കേണ്ടത്. ഒന്ന് സൈനിക മേധാവി, ഒന്ന് പ്രതിരോധ മന്ത്രി, പിന്നെ പ്രസിഡന്റ്. ഈ 3 പേർ ഇരുന്നാണ് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുകയും കോർഡിനേറ്റ് ചെയ്യുന്നത്. പ്രസിഡന്റിൻ്റെ ഉത്തരവാണ്, ബാക്കി 2 പേർ ഇത് പാലിക്കണം. അതിന് തത്തുല്യമായ ഒരു മീറ്റിംഗ്, ഒരു ആണവ യുദ്ധം ഉണ്ടാക്കുമ്പോൾ നടക്കുന്ന പോലുള്ള മീറ്റിംഗ് ഇന്നലെ നടന്നു. മീറ്റിംഗ് നടന്നിട്ട് ഇവർ ബ്രീഫ് ചെയ്ത കാര്യങ്ങൾ, അത് ആ മീറ്റിംഗ് ചേരാനുള്ള കാരണം കൂടിയുണ്ട്. കാരണം പുടിൻ ഇന്നലെ വളരെ പെട്ടെന്ന് ഇവർക്ക് ഒരു ഉത്തരവ് കൊടുത്തു, ആണവ സൈനിക അഭ്യാസം തുടങ്ങട്ടെ. അപ്പോൾ സൈനിക അഭ്യാസങ്ങൾ ഓരോ രാജ്യങ്ങളും നടത്താറുണ്ട്, പല രാജ്യങ്ങളുമായും ചേർന്ന് നടത്താറുണ്ട്. പക്ഷെ തങ്ങളുടെ പക്കലുള്ള ആണവായുധങ്ങളുടെ ശേഷി, അതിൻ്റെ ഉപയോഗം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഇത് ഡ്രില്ലാണ്. ഡ്രില്ല് അങ്ങനെയൊന്നും നടത്താറില്ല. ഇന്ത്യ അടുത്ത കാലത്തൊന്നും ഒരു ന്യൂക്ലിയർ ഡ്രില്ല് നടത്തിയായിട്ട് അറിയില്ല. അമേരിക്കയും നടത്തിയതായിട്ട് കേട്ടിട്ടില്ല. സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് പോലും സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്, സംയുക്തമായി നടക്കാറുണ്ട്. അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു യുദ്ധക്കപ്പൽ തുർക്കിക്ക് സമീപത്തോട് പോയപ്പോൾ തുർക്കി വന്ന് പിടിക്കാൻ വന്നു. നമ്മൾ ഗ്രീസും ഫ്രാൻസും ഇന്ത്യയും ചേർന്നുള്ള സൈനിക അഭ്യാസത്തിന് പോയ കപ്പലിനെയാണ് ഇവർ തടയാൻ നോക്കിയത്. അപ്പോൾ നമ്മൾ ആ തടയലൊക്കെ വിലക്കെടുക്കാതെ നമ്മൾ മുന്നോട്ട് നീങ്ങി വീണ്ടും ഇവരുടെ കപ്പലുകൾ വന്നു പറഞ്ഞപ്പോൾ ബ്രഹ്മോസുമായിട്ടുള്ള നമ്മുടെ അകമ്പടി കപ്പൽ വന്നപ്പോൾ തുർക്കി വിട്ടുപോയി. അപ്പോൾ സൈനിക അഭ്യാസങ്ങൾ നടക്കും. പക്ഷേ ന്യൂക്ലിയർ ഡ്രില്ല് നടത്താൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ആയുധങ്ങളുള്ളത് അമേരിക്കയ്ക്കല്ല, റഷ്യക്കാണ്. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉള്ളത് റഷ്യക്കാണ്. ആ രാജ്യം പെട്ടെന്ന് ഒരു ആണവായുധ അഭ്യാസ പ്രകടനം നടത്താൻ ഉത്തരവിട്ടു. അതിനുള്ള കാരണം കൂടെ നോക്കണം. ബുഡാപെസ്റ്റിൽ, ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വെച്ച് ട്രംപും പുടിനും തമ്മിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അടുത്ത ഘട്ടം ചർച്ച അലാസ്കയ്ക്ക് ശേഷം തീരുമാനിച്ചിരുന്നു. അലാസ്കയിൽ വെച്ച് ട്രംപ് പറഞ്ഞു, നമുക്ക് വീണ്ടും സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ മോസ്കോയ്ക്ക് പോകാം എന്നാണ് പുടിൻ പറഞ്ഞത്. പക്ഷേ അതും പറഞ്ഞ് മോസ്കോയ്ക്ക് പോകാൻ ട്രംപ് തയ്യാറായില്ല. മറ്റൊരു കേന്ദ്രമായ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് തിരഞ്ഞെടുത്തു. ബുഡാപെസ്റ്റ് തിരഞ്ഞെടുത്ത് ട്രംപ് അത് മുന്നോട്ട് വെച്ചു. പക്ഷേ പുടിൻ ഇന്നലെ പറഞ്ഞു, എനിക്ക് ഹംഗറിയിലേക്ക് ബുഡാപെസ്റ്റിലേക്ക് വരാൻ പറ്റില്ല. കാരണം റഷ്യ വിശദീകരിച്ച് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹംഗറി പണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഹംഗറിയെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചരിത്രമുണ്ട്. അന്ന് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ മുഴുവൻ ഞെട്ടിപ്പോയി. ഹംഗറി കമ്മ്യൂണിസ്റ്റ് രാജ്യം വേറൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ആക്രമിക്കും. ഇവിടെ സി അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രാജിവെച്ചു. ഹംഗറിയെ റഷ്യ സോവിയറ്റ് യൂണിയൻ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഞാൻ രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചില ആളുകൾ വീട്ടിൽ പോയിട്ട്, ചേട്ടാ അവരങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ തിരിച്ചു വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഏതായാലും അതൊന്ന്. രണ്ടാമത്തത്, ഹംഗറി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ അംഗമാണ്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പുടിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാജ്യത്ത് വെച്ചിട്ട് ചർച്ചയ്ക്ക് വരാൻ പുടിനോട് ട്രംപ് പറഞ്ഞാൽ പോയി പണി നോക്കണമെന്ന് സ്വാഭാവികമായും പറയും. അപ്പോൾ അതുകൊണ്ട് ബുഡാപെസ്റ്റ് ചർച്ച അലസിപ്പിരിഞ്ഞു. പുടിൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടു പിന്നാലെ പുടിൻ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ആണവ ആയുധങ്ങൾ പരീക്ഷിക്കുക, അഭ്യാസങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ ബ്രീഫിംഗ് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മന്ത്രിമാർ ആണവ യുദ്ധം ഉണ്ടായാൽ പുടിൻ ഒറ്റയ്ക്കിരിക്കുന്ന ആ വെളുത്ത മേശയുള്ള ആ മുറി, അതിൽ സ്ക്രീനിൽ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും വന്നിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ സംഭവിച്ചത്, അതായത് ഈ ന്യൂക്ലിയർ ട്രയാഡിൻ്റെ ഭാഗമായിട്ടുള്ള RS-24 യാർസ് മിസൈൽ, റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈലുകളാണ്. ടോപ്പോൾ MR എന്നാണ് ഇതിനെ
വിളിക്കുന്ന മറ്റൊരു പേര്. ഈ 49,600 കിലോഗ്രാം ഭാരമുള്ളതാണ് ഈ യാർസ് മിസൈൽ. 3 വാർഗഡ് ഹെഡുകൾ ഇതിനുണ്ട്. അതായത് 3 യുദ്ധമുനകൾ. അതായത് ഒരു മിസൈൽ വിട്ടാൽ 3 കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പറ്റും. ഓരോന്നിലും 200 കിലോഗ്രാം ആണവായുധം വഹിക്കാൻ പറ്റും. ഈ യാർസ് മിസൈൽ ഇന്നലെ റഷ്യ പരീക്ഷിച്ചു. അതിൻ്റെ റിസൾട്ട് പുടിനോട് സൈനിക മേധാവി ബ്രീഫ് ചെയ്തു. അപ്പോൾ യാർസ് മിസൈൽ സമീപകാലത്തൊന്നും റഷ്യ പരീക്ഷിച്ചിട്ടില്ല, വിക്ഷേപിച്ചിട്ടില്ല. അത് 100 മീറ്റർ, 1000 അല്ല 100 മീറ്റർ വരെ പ്രസിഷനുള്ളതാണ്. ഒരു ലക്ഷ്യം ടാർഗറ്റ് ചെയ്താൽ കൃത്യം അതിൻ്റെ 100 മീറ്റർ ഉറപ്പാണ്. 100 മീറ്റർ അടുത്ത് വരെ എത്തും. 100 മീറ്റർ അടുത്തെത്തിയ പോലെ അണുബോംബല്ലേ. അപ്പോൾ അതിന് ഈ മാക് 25 അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ 1000കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന, മാക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേഗതയുടെ ഇരട്ടിയാണ്. ശബ്ദം സഞ്ചരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന യാർസ് മിസൈൽ ഇന്നലെ പരീക്ഷിച്ചു. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞ് 11,000 കിലോമീറ്ററാണ്. 11,000 കിലോമീറ്റർ പോകും ഈ യാർസ് മിസൈൽ. അതായത് റഷ്യയിൽ നിന്ന് വിട്ടാൽ ഒരു സംശയം വേണ്ട, ന്യൂയോർക്കിൽ വീഴും. ആണവായുധം 3 വാർഹെഡുകളുണ്ട്. അത് കഴിഞ്ഞ് കടലിനടിയിലുള്ള ഒരു ഡെൽറ്റ ക്ലാസ് 4 സബ്മറൈൻ, അത് പ്രതിരോധ സൈറ്റുകൾ പറയുന്നതാണ്. അതായത് ഈ യാർസ് മിസൈൽ പ്ലിസെറ്റ്സ്ക് എന്ന് പറയുന്ന ലോഞ്ച് പാഡിൽ നിന്ന്, വടക്ക് പടിഞ്ഞാറെ റഷ്യയിലുള്ള പ്ലിസെറ്റ്സ്ക് ലോഞ്ച് പാഡിൽ നിന്നാണ് ഇന്നലെ യാർസ് മിസൈൽ വിക്ഷേപിച്ചത്. ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ കഴിയുന്ന യാർസ് മിസൈലിൻ്റെ ന്യൂക്ലിയർ ആയുധം കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള, വെറുതെ എടുത്തിട്ട് താങ്ങാനുള്ളതല്ല, അത് അണുബോംബുമായിട്ട് പോകാൻ വേണ്ടി മാത്രമുള്ള മിസൈലാണ് യാർസ് മിസൈൽ. പിന്നുള്ളത് സിനേവ ICBM ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇന്നലെ പരീക്ഷിച്ചു. അത് ബാരൻസ് കടലിലെ ഏതോ അന്തർവാഹിനിയിൽ നിന്നാണ് ഇത് പരീക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അതായത് കടലിൽ നിന്ന് പ്രയോഗിക്കാവുന്ന സിനേവ മിസൈലും സിനേവ എന്ന് പറയുന്ന R29 RMU-2 എന്ന് പറയുന്ന ദ്രാവക ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന മിസൈലാണ്. ഇത് ഡെൽറ്റ ക്ലാസ് 4 അന്തർവാഹിനികളാണ് ഈ റഷ്യക്ക് സിനേവ മിസൈലുകളുള്ളതെന്ന് പറയും. ന്യൂക്ലിയർ അന്തർവാഹിനിയാണ്. അതിന് ഈ പറയുന്നത് പോലെ 4 പോർമുനകൾ, അതായത് ഒരു സിനേവ മിസൈൽ പ്രയോഗിച്ചാൽ 4 കേന്ദ്രങ്ങളിലേക്ക്, 4 ലക്ഷ്യങ്ങളിലേക്ക് 4 അണുബോംബുകൾ വഹിക്കാൻ പറ്റും. ഒറ്റ മിസൈലിൽ 4 ടാർഗറ്റുകൾ തറക്കാൻ പറ്റും. ഇത് ഇന്നലെ ബാരൻസ് കടലിലുള്ള ഏതോ ഒരു സബ്മറൈനിൽ നിന്ന് പരീക്ഷിച്ചു. തീർന്നില്ല. റഷ്യയുടെ ഇപ്പം B-2 എന്നൊക്കെ പറയുന്ന അമേരിക്കൻ ബോംബറുകളില്ലേ, അതുപോലെ റഷ്യയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാർപ്പറ്റ് ബോംബിങ്ങോ ബങ്കർ ബസ്റ്റർ ബോംബുകളോ ഒക്കെ ഉപയോഗിക്കാൻ തരത്തിലുള്ള മാരകമായ ശേഷിയുള്ള റഷ്യയുടെ എക്സ്ക്ലൂസീവ്, റഷ്യ വേറെ രാജ്യങ്ങൾക്കൊന്നും കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നില്ല, Tu-95 ബോംബറുകൾ. Tu-95 ബോംബറുകൾക്ക് ആണവായുധം വഹിക്കാൻ പറ്റും. Tu-95 ബോംബറുകളിൽ നിന്ന് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളും പരീക്ഷിച്ചു എന്നാണ് പ്രതിരോധ സൈറ്റുകൾ പറയുന്നത്. അതായത് വെള്ളത്തിൽ നിന്ന്, കരയിൽ നിന്ന്, ആകാശത്ത് നിന്ന് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള പരീക്ഷണം ഇന്നലെ റഷ്യ നടത്തി. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇതാണിപ്പോൾ ചോദ്യം. ഈ പരീക്ഷണങ്ങൾ Tu-95 വിമാനങ്ങളിൽ നിന്നുള്ള പരീക്ഷണം, കടലിൽ നിന്ന് സബ്മറൈനിൽ നിന്നുള്ള പരീക്ഷണം, യാർസ് മിസൈലിൻ്റെ പരീക്ഷണം, ഇത് 3ഉം ഇന്നലെ പ്രസിഡന്റ് പുടിനെ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവി വലറി ഗരാസിമോവും ബ്രീഫ് ചെയ്തു. അപ്പോൾ ലോകത്ത് ടെൻഷൻ എന്ന് പറയുന്നൊരു സാധനം എസ്കലേറ്റ് ചെയ്യണം. കാരണം ഒരുപാട് നാളിന് ശേഷം ആണവ ആയുധങ്ങളുടെ ഒരു പരീക്ഷണം റഷ്യ നടത്തിയിരിക്കുന്നു. 2ാം ഘട്ടം ചർച്ച നടത്തണമെന്നുള്ള ട്രംപിൻ്റെ നിർദ്ദേശം തള്ളിയിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ റഷ്യയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപ്. അപ്പോൾ റഷ്യക്ക് ഇനി വെറുതെ ഇരിക്കാൻ പറ്റും. നോക്കൂ, ഞാൻ സിനുവിനെ സഹായിക്കുന്നു എന്ന പേരിൽ സിനുവിനോടും എന്നോടും ശത്രുതയുള്ള ഒരാൾ നിരന്തരം എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നാൽ സിനു എത്ര കാലം മിണ്ടാതിരിക്കും? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും റഷ്യയുമായുള്ള അടുപ്പത്തിൻ്റെ പേരിൽ അമേരിക്കയുടെ ട്രംപിൻ്റെ ശത്രുതയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ എൻ്റെ ആൾക്കാരെ നീ ഉപദ്രവിക്കുകയാണെങ്കിൽ എൻ്റെ ശേഷി ഇതൊക്കെയാണ്, ഒന്ന് കണ്ടോളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണോ? വേണ്ടി വന്നാൽ ഇക്കാലം അത്രയും ആണവ ആക്രമണത്തിനും വേണ്ടി വന്നാൽ ഞങ്ങൾ മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യമാണ് റഷ്യ. അതെ, വേണ്ടി വന്നാൽ സെലൻസ്കിക്കെതിരെ ഉക്രൈനെതിരെ പ്രയോഗിക്കും എന്ന് പറഞ്ഞ സമയത്ത് പോലും ഈ ആണവായുധങ്ങളുടെ ഒരു അഭ്യാസം ഡ്രില്ല് നടത്തിയിട്ടില്ല.
ഇപ്പൊ നടത്തുകയാണ്. ഇപ്പോൾ നടത്തിയിരിക്കുന്നു. ബുഡാപെസ്റ്റിലെ ഉച്ചകോടി ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് നടത്തിയത് വഴി ട്രംപിന്, ലോകത്തിന്, പുടിൻ എന്തു മറുപടിയായിരിക്കും കൊടുത്തിരിക്കുക? അപ്പോൾ വരികൾക്കിടയിലൂടെ വായിച്ചു നോക്കേണ്ടതുണ്ട്. അതെ, ഇനി കളിക്കണ്ട, ഞാൻ റഷ്യയാണ്, ഞാൻ ലോകത്തെ വൻശക്തികളിലൊന്നാണ്, ഏറ്റവും വലിയ ആണവായുധ ശേഖരം എൻ്റെ കയ്യിലാണ്. ഇനി മാത്രമല്ല, നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഇനി അമേരിക്ക വന്നെങ്കിൽ ബോംബിട്ട് റഷ്യയെ മുഴുവൻ അങ്ങ് നശിപ്പിച്ചാലും എന്ത് സംഭവിക്കും? അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന പെരിമീറ്റർ സംവിധാനമുണ്ട്. നമ്മളൊരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. റഷ്യയിലെ മുഴുവൻ ആളുകളെയും അണുബോംബിട്ട് അമേരിക്ക തീർത്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ആണവ ആക്രമണത്തിൻ്റെ റേഡിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അവരുടെ രഹസ്യമായിട്ടുള്ള ഏതോ മലയടിയോ അടിവാരത്തിലുള്ള രഹസ്യ ബങ്കറിൽ സൂക്ഷിച്ചിരുന്ന പെരിമീറ്റർ സംവിധാനം ഉണ്ടെന്ന് റഷ്യ പരസ്യമായി സംബന്ധിച്ചിട്ടുണ്ട്. അത് ഊഹം മാത്രമായിരുന്നു. പക്ഷേ റഷ്യയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പെരിമീറ്റർ ഉണ്ട്. എന്താ പെരിമീറ്റർ? അതായത് റേഡിയേഷൻ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇവരുടെ പെരിമീറ്ററിൻ്റെ കമ്പ്യൂട്ടറുകൾ എന്തു ചെയ്യണം എന്ന് കമാൻഡിനോട് ചോദിക്കും. കമാൻഡിനോട് ചോദിച്ച് 10 മിനിറ്റിനകം മറുപടി കിട്ടിയില്ലെങ്കിൽ ഒരു റോക്കറ്റ് വിക്ഷേപിക്കപ്പെടും. ഈ റോക്കറ്റ് പോകുന്ന വഴി മുഴുവൻ റേഡിയോ സിഗ്നൽസ് കൊടുക്കും. റഷ്യ പലയിടത്തും കടലിൽ, കരയിൽ, രഹസ്യ സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ ആണവായുധങ്ങളും ആക്ടിവേറ്റ് ആകാനുള്ള റേഡിയോ സിഗ്നൽസ് ഈ റോക്കറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ? ഏതാണ്ട് 1000-ലേറെ മിസൈലുകൾ രഹസ്യമായി ലോകത്തിൻ്റെ പല ഭാഗത്ത് കടലിനടിയിലും രഹസ്യ സങ്കേതങ്ങളുമായി റഷ്യ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആക്ടിവേറ്റ് ആകും. ഇതെല്ലാം അങ്ങോട്ട് പോകുന്നറിയോ? ഒറ്റ ലക്ഷ്യമാണുള്ളത്, അമേരിക്ക ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അതായത് നമ്മുടെ നാട്ടിലേക്ക് പാകിസ്ഥാൻ ഡ്രോൺ മഴ പെയ്യിച്ചതുപോലെ 100 കണക്കിന് മിസൈലുകൾ, ആണവശേഷിയുള്ള മിസൈലുകൾ റഷ്യയിൽ നിന്ന് ഒരൊറ്റ മുഴുവൻ റഷ്യക്കാരും ഇല്ലാതായാലും പെരിമീറ്റർ ആക്സലറേറ്റ് ചെയ്ത് അയക്കും. അതാണ് പെരിമീറ്റർ സംവിധാനം. അതുകൊണ്ട് റഷ്യ പറയുന്നു, ഞങ്ങൾ മുഴുവൻ നശിച്ചാലും അമേരിക്ക കൂടെ ഞങ്ങൾ ഫിനിഷ് ചെയ്യുമെന്നുള്ള ആ ഒരു മോട്ടോ, ആ ഒരു ആശയം, ആ ഒരു തീരുമാനം ഇപ്പോഴും തങ്ങളുടെ പക്കലുണ്ട് എന്ന്, വേണ്ടി വന്നാൽ ആണവായുധം എടുത്തും ഞങ്ങൾ കളിക്കും എന്ന് ഒരു മുന്നറിയിപ്പ് പുടിൻ കൊടുത്തതാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.